എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ജെയ്ജെനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇങ്ങനെ സ്കൂളിലോട്ട് വരാൻ നേരത്ത് അവിടെയായിട്ട് കേഫർ നിൽക്കുന്ന കാണും. ഇവനാണെങ്കിൽ ഇവളെ കണ്ടുടനെ ചോദിക്കും, നീ എന്തോ എപ്പോഴും ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ട് നടക്കുന്നേ, നീ തറയിലെങ്ങാനും തട്ടിയടിച്ച് വീഴുമെന്ന്. എന്നാൽ നമ്മുടെ ജെയ്ജെ ആണെങ്കിൽ അവനെ വലിയ മൈൻഡൊന്നും ആകത്തില്ല. പെട്ടെന്ന് തന്നെ കേഫർ ആണെങ്കിൽ അവന്റെ സ്വന്തം കാല് വെച്ചിട്ട് ഇവളെ അങ്ങ് തട്ടി വീഴ്ത്തിയിട്ട് ഇവളെ കയറി അങ്ങ് പിടിക്കും. രണ്ടുപേരും ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കും. ജെയ്ജെ ആയിരുന്നാലും നല്ലതുപോലെ ബ്ലഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവള് വിചാരിക്കും ഈ പ്രാന്തൻ എന്ത് പറ്റിയതാ എന്ന്. അവന്റെ ആ ഒരു കെയറിങ്ങൊക്കെ കണ്ടിട്ടേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജെയ്ജി ആണെങ്കിൽ ക്യാൻറ്റീൻ്റെ പുറകിലത്തെ ഒരു ആൻറ്റി അടുത്ത് നിന്ന് വെള്ളമൊക്കെ വാങ്ങിക്കുന്നതാ. അവൾ ആ ആൻറ്റീനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അവള് വെള്ളം വാങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുന്നതും അവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ അടുത്ത് നിന്ന് ഒരു സൗണ്ട് കേൾക്കും. നോക്കുമ്പോൾ അതൊരു പെൺകുട്ടിയായിരുന്നു. ഇത് വേറെ ആരുമല്ല, മുന്നേ ഒരു പ്രശ്നം നടന്നപ്പോ ആ സെക്ഷൻ എയിലുള്ള പെണ്ണാണെങ്കിൽ വേറൊരു പെങ്കച്ചാണ് നമ്മളുടെ ആ ഇലയില്ലേ അവള് മോശക്കാരിയാണെന്ന് പറഞ്ഞത് എന്നും പറഞ്ഞ് എല്ലാവരെയും മുമ്പിലായിട്ട് ബുള്ളി ചെയ്യത്തില്ലായിരുന്നോ, അതേ പെൺകുട്ടി തന്നെയാ. ഇപ്പൊ അവളുടെ അടുത്താണെങ്കിൽ ഏരിസ് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ചെറുക്കന്മാര് ഇവളെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഈ പെങ്കൊച്ചിപ്പ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്. ഇവളുടെ പേരെന്ന് വെച്ചാൽ മീക്ക എന്നാണ്. ഇവള് എലയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നിട്ടും അവക്കാണെങ്കിൽ ഇവരുടെ അടുത്ത് നിന്നൊന്നും രക്ഷപ്പെടാൻ ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മളുടെ ജെയ്ജി ആണെങ്കിൽ ഇവളെയും കൊണ്ട് വാഷ്റൂമിലായിട്ട് വരും. എന്നിട്ട് അവളുടെ ഹെയറൊക്കെ നേരെയാക്കി കൊടുക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജെയ്ജി പറയുന്നത്, നീ ഒന്ന് പറഞ്ഞേ ആ ഇല മോശപ്പെട്ടോളാ എന്ന്. നീ അന്ന് ആ പെണ്ണ് പറഞ്ഞ അതേ ട്യൂണിൽ തന്നെ പറയണം. ഇത് കേൾക്കുന്നേ മീക്കയാണെങ്കിൽ അതേപോലെ പറയും. ഉടനെയാണ് നമ്മുടെ ജെയ്ജിക്ക് ഉറപ്പ് വരും, അതായത് അന്ന് ഇലേനെ പറ്റി മോശം പറഞ്ഞത് ഇവളല്ല, പകരം മറ്റവള് തന്നെയാ എന്ന്. അങ്ങനെ നമ്മുടെ ജെയ്ജി ആണെങ്കിൽ ഇവളെയും കൊണ്ട് ക്ലാസ് റൂമിലായിട്ട് വരും. വന്ന് കയറുന്നത് നമ്മുടെ കാലിക്സ് ആണെങ്കിൽ ഇവളെ കണ്ട് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. എന്നാൽ നമ്മുടെ ജെയ്ജി പറയും, വേണ്ട വേണ്ട, നീ ഒന്നും സംസാരിക്കണ്ട, നീ അവിടെ മാറി നിൽക്കുക എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ മൈക്കയും കാലിക്സും പണ്ട് എക്സ് ലവേഴ്സ് ആയിരുന്നു. ഇപ്പോഴും നമ്മുടെ കാലിക്സിന് ഇവളുടെ കൂടെ പാച്ചപ്പ് ആവണമെന്ന് തന്നെ. എന്നാൽ ഇവൾ അതിന് സമ്മതിക്കുന്നില്ല. ഇവിടെയായിട്ട് നമ്മുടെ ജെയ്ജിക്ക് ഒരു കാര്യം ഓർമ്മ വരും, അതായത് അവൾക്ക് മുന്നേ ഒരു ലവ് ലെറ്റർ കിട്ടിയില്ലേ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മീക്കയാണെങ്കിൽ കാലിക്സിന് വേണ്ടിയിട്ട് എഴുതിയ ഒന്നായിരുന്നു. അവൾ അതിനെ പറ്റിയൊക്കെ മീക്ക എടുത്ത് ചോദിക്കും. എന്നാൽ അവിടെ നിൽക്കുന്ന എല്ലാവരും പറയും കേഫർ വന്നു കഴിഞ്ഞാൽ അവളെ ഈ ക്ലാസ്സിലിരുത്താൻ സമ്മതിക്കത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ജെ പറയും, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന്. എന്നാൽ കേഫറും യൂറി എത്തുന്നത് അവര് നമ്മളുടെ ജെജിനെ വഴക്കുറയും, നീ എന്തുവായി കാണിക്കുന്നേ എന്നും ചോദിച്ചിട്ട്. അപ്പൊ നമ്മളുടെ ജെ പറയും, ഇവളെ ആ സെക്ഷൻ ഡിയിലെ പിള്ളേർ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുവാണ്, അവളെ ഒരു ദിവസമെങ്കിലും ഇവിടെ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളുടെ കേഫർ പറയുന്നത് തന്നെ, അവള് നിന്നെ പോലെ അല്ലല്ലോ, നിന്നെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ല, പക്ഷെ അവൾ അത്ര സ്പെഷ്യൽ അല്ല, നീ പക്ഷെ ഡിഫറെന്റ് ആണ് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജെ അങ്ങ് ബ്ലഷ് ചെയ്യും. അവൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ജെ ആണെങ്കിൽ മീക്കയുമായിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നയാ. മീക്കയാണെങ്കിൽ പറയും, എനിക്ക് കേഫറിന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട് എന്ന്. എന്നാൽ നമ്മുടെ ജെ പറയുന്നത് തന്നെ, നീ അവനെ മൈൻഡ് ചെയ്യുന്നും വേണ്ട, അവനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നിനക്കിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലേ എന്നെ കാരണം. എന്നാൽ മീക്ക പറയും, അതൊന്നും കുഴപ്പമില്ല എന്ന്. ജെനെയും അതേപോലെ മീക്കേനെ ഫോളോ ചെയ്തിട്ട് ആ കാലിക്സ്, CN അതേപോലെ ഡേവിഡും പുറകെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ജെ ആണെങ്കിൽ മീക്ക എടുത്ത് കാലിക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ. ഇവിടെ മീക്ക പറയാൻ തുടങ്ങും, ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ലവ് ലെറ്ററിലായിരുന്നു. ഈ സ്കൂളിലുള്ള എല്ലാവർക്കും അറിയാം കാലിക്സ് ഒരു പ്ലേ ബോയിയാ എന്ന്. അവന്റെ പുറവെ ഒരുപാട് പെൺകുട്ടികൾ നടക്കുന്നുണ്ട്, എങ്കിലും ഞാനതൊന്നും മൈൻഡ് ആക്കില്ല. ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും നല്ല റിലേഷൻഷിപ്പിലുമായി. എന്ന ഒരു ദിവസം എലയാണെങ്കിൽ കാലിക്സ് വേറൊരു പെൺകുട്ടിയായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതും അവളെ കിസ് ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കാലിക്സിൻ്റെ അടുത്ത് ചോദിച്ചു, അവൻ എൻ്റെ അടുത്ത് ഓൾറെഡി പ്രോമിസ് ചെയ്തതാ അവൻ വേറെ ആരെയും റിലേഷൻഷിപ്പിലാവത്തില്ല എന്ന്. എങ്കിലും അവൻ എന്നോട് കള്ളവാ പറഞ്ഞത്, അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്ന് പറയും. കാലിക്സ് ഒരുപാട് തവണ ഇവളുടെ പുറകെ നടന്ന് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എന്നാൽ അവൾക്ക് ആ ഒരു ട്രസ്റ്റ് പിന്നീട് ഒരിക്കലും അവൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നൊക്കെ ജെജി അടുത്ത് പറയും. ജെ അവളുടെ അടുത്ത് പറയും, എനിക്ക് നിന്നെ നന്നായി മനസ്സിലാവുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ജെജി നേരെ നമ്മുടെ ഏരിസിനെ കാണാൻ വരുന്നതാ. എന്നിട്ട് അവരോട് ചോദിക്കും, നീ എന്തിനാ മൈക്കേനെ അടിക്കാൻ വേണ്ടിയിട്ട് സെക്ഷൻ ഡിയിലെ പിള്ളേരെ ഏർപ്പാടാക്കിയിരിക്കുന്നത്, അവളിപ്പോൾ എന്തുമാത്രം പ്രശ്നത്തിലാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഏരിസ് പറയുന്നത്, അതിനകത്തൊക്കെ നീ എന്തിനാ അനാവശ്യമായിട്ട് തലയിടുന്നത് എന്നാ. എന്നാൽ ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് അവിടേക്ക് നമ്മളുടെ ഇല വരും. ഇവളത് കേൾക്കുന്നേ ഭയങ്കര അപ്സെറ്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ കേഫറും യൂറിയും കൂടെ ഇരുന്നിട്ട് ജെനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾ ഇതുവരെ ക്ലാസ്സിൽ എത്തിയിട്ടില്ലായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ കേഫർ ആണെങ്കിൽ യൂറി എടുത്ത് ചോദിക്കും, അവൾ എന്താ വരാത്തേന്ന്. അപ്പൊ യൂറി പറയും, ഇന്നലെ നീ തന്നെ അല്ലേ അവളുടെ അടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണോ എന്ന് പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും വരാതെ. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ജെ കയറി വരും. അവള് വന്നിട്ട് നമ്മളുടെ കാലിക്സിനെ ആണെങ്കിൽ ബേബി ബേബി വിളിച്ച് ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങും. നമ്മുടെ ഡേവിഡിനെ കാണുന്നേയും അവൾ ഇതേ സംസാരം തന്നെ സംസാരിക്കും. പെട്ടെന്ന് തന്നെ കേഫർ വന്നിട്ട് പറയും, നീ എന്നെയും ബേബി എന്ന് വിളിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അപ്പൊ നമ്മുടെ ജെ പറയും, പിന്നെ നിന്നെ ബേബി എന്ന് വിളിക്കാൻ എനിക്ക് തലയ്ക്ക്
ഓളമല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ തറുതലയും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഒരു സീനിയർ വന്നിട്ട് ഇവരുടെ കയ്യിൽ കുറച്ച് ബുക്ക് കൊടുത്തിട്ട് പറയും നിങ്ങളുടെ റിസൾട്ട് ഒക്കെ വന്നു എന്ന്. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ കാലിക്സ് താഴോട്ട് ഇറങ്ങി ഓടിപ്പോവും. എന്തോ സംഭവം ഒന്നും മനസ്സിലാവത്തില്ല. ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നേ, അതായത് നമ്മളുടെ ആ മീക്കേനെയാണെങ്കിൽ ഒരു ചെറുക്കൻ പ്രപ്പോസ് ചെയ്യുമായിരുന്നു. ഇത് കാണുന്നേയും കാലിക്സ് ഭയങ്കരമായിട്ടങ്ങ് ഷോക്കാവും. ഇവിടെ നമ്മളുടെ ജേജി ഇടയിൽ കയറി സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ കീഫർ അവളെ തടയാനായിട്ട് വരും. എന്നാൽ നമ്മുടെ ജേജി അതൊന്നും മൈൻഡ് ആക്കത്തില്ല. അവളാണെങ്കിൽ മീക്കെടുത്ത് പറയും നീ ഒരു തവണ നമ്മുടെ കാലിക്സിന് അവസരം കൊടുക്കണം, അവന് പറയാനുള്ളത് കേൾക്കണം എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേയും എലയും അതേപോലെ തന്നെ മീക്കയുടെ വേറെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവനെ വഴക്ക് പറയാൻ തുടങ്ങും. അവന് ചാൻസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്നും പറഞ്ഞിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഈ പ്രപ്പോസ് ചെയ്യുന്ന ചെറുക്കനില്ലേ, അവനാണെങ്കിൽ നമ്മളുടെ ജേജിനെ വന്ന് അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങും. എന്നാൽ പെട്ടെന്ന് തന്നെ കീഫർ ഇവനെ പിടിച്ച് മാറ്റിയിട്ട് ജേജി എടുത്ത് പറയും നിനക്ക് പറയാനുള്ളത് നീ ഓപ്പൺ ആയിട്ട് പറ എന്ന്. അതേപോലെ തന്നെ ജേജി ആണെങ്കിൽ മീക്കെടുത്ത് പറയും നിനക്ക് ഒരു തവണയെങ്കിലും അവന് അവസരം കൊടുത്തൂടെ, അവന് പറയാനുള്ളതെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ കാലിക്സ് ആണെങ്കിൽ വന്നിട്ട് പറയും ജേജെ വേണ്ട, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളാന്നും പറഞ്ഞ് അവൻ വന്ന് മീക്കെടുത്ത് സോറി പറയും. എന്നിട്ട് പറയും എനിക്ക് നീ ഒരു 10 മിനിറ്റ് തരുമോ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇവിടെ നമ്മുടെ മീക്ക് അതിന് സമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ കാലിക്സ് വിഷമിച്ചിരിക്കുന്നതാ. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ജേജെ വന്നിട്ട് ഇവനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ, നിനക്കാണെങ്കിൽ അവളുടെ അടുത്ത് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞൂടെ, അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ലെറ്റർ കിട്ടിയായിരുന്നു, ഈ ലെറ്റർ നീ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും അവൾക്ക് എന്ത് ഇഷ്ടമാ എന്ന്. കാലിക്സ് ആയിരുന്നാലും ആ ലെറ്റർ വായിച്ച് ഭയങ്കര ഇമോഷണൽ ആവും. അപ്പം നമ്മുടെ ജേജെ പറയും നീ നിന്റെ ഇഷ്ടം അവളുടെ അടുത്ത് തുറന്നു പറയണം, അവൾക്ക് മനസ്സിലാവും എന്ന്. ഇത് കേൾക്കുന്നേയും കാലിക്സ് അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലും. അതേസമയം തന്നെ അവിടെയായിട്ട് കെയ്ഫർ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ചോദിക്കും നിനക്കിങ്ങനെ തലയിലിടുന്നേക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്തായിരുന്നാലും അവൻ മേയ്ക്ക് അടുത്ത് സംസാരിക്കാൻ പോയതല്ലേ, നമുക്കും അവൻ്റെ കൂടെ പോവാം, അവൻ എന്തെങ്കിലും ആപത്ത് പറ്റിയാലോ. അങ്ങനെ രണ്ടെണ്ണവും കൂടി നമ്മുടെ കാലിക്സും മീക്കയും കൂടി സ്വകാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണോ പോയത് അവിടെയായിട്ട് ചെന്നിരുന്ന് ഇവരെ ഒളിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അവിടെ കാലിക്സ് ആയിരുന്നാലും നമ്മളുടെ ഈ മീക്ക എടുത്ത് അവൻ്റെ ഇഷ്ടമൊക്കെ തുറന്നു പറയും. മീക്ക പറയും നീ എനിക്ക് ഒരാഴ്ച സമയം തരണം, ഞാൻ ലെറ്റർ ത്രൂ നിനക്ക് എൻ്റെ ഫീലിങ്സ് അറിയിക്കാമെന്ന്. അതേപോലെ തന്നെ നമ്മുടെ കെയ്ഫർ ആയിരുന്നാലും ജേജി എടുത്ത് പറയും നിനക്ക് എന്തെങ്കിലും എമർജൻസിയോ അപകടമോ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്നെ വിളിക്കണം എന്ന്. ഇത് കേൾക്കുന്നതും ജേജി നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ കെയ്ഫർ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടല്ലേ പറയുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജേജി ആണെങ്കിൽ ഗേൾസിന്റെ ആ ഒരു വാഷ്റൂമില്ലേ അവിടെ വരുന്നത്, അവിടുത്തെ ഭിത്തിയിലായിട്ട് കുറെ സാധനങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നതാ. പെട്ടെന്ന് തന്നെ അവൾക്കൊരു ഐഡിയ തോന്നിയിട്ട് അവൾ അവിടെയായിട്ട് എന്തോ ഒരു സംഭവം എഴുതി വെക്കും. അതിനുശേഷം കാണിക്കുന്ന അവൾ നേരെ നമ്മുടെ CNN ഡേവിഡിനെയും കാണാൻ വരുന്നതാ. അവരുടെ അടുത്ത് എക്സൈറ്റഡ് ആയിട്ട് ഒരു വീഡിയോയും കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സെക്ഷൻ എയിലുള്ള ആ തലതെറിച്ച പെണ്ണില്ലേ, അവള് ഒരു ചീത്ത പെണ്ണാണെന്ന് നമ്മളുടെ ജേജി അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് കണ്ടിട്ട് ആ പെണ്ണാണെങ്കിൽ അത് വന്ന് മായച്ചിട്ട് പകരം അവിടെ വേറെ എന്തോ എഴുതി വെക്കും. കൂട്ടത്തിൽ തന്നെ അവളാണെങ്കിൽ എലേനെ പറ്റി മോശവും പറയുന്നുണ്ട്, അതായത് ഇത് എലയായിരിക്കും ചെയ്തത് എന്നും പറഞ്ഞിട്ട്. ഇതൊരു പ്രൂഫല്ലേ. ഇത് കാണുന്നേ നമ്മുടെ CNN ഡേവിഡിനും നല്ല സന്തോഷവും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ മീക്കയും ജേജിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവൾ നല്ല ഹാപ്പിയിലായിരുന്നു. അവളാണെങ്കിൽ നമ്മുടെ ജേജിയുടെ കയ്യിലായിട്ട് ഒരു ലെറ്റർ കൊടുക്കും. ഇത് കാണുന്നതും ജേജിയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ കാലിക്സിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. അവനായിരുന്നാലും ആ ലെറ്റർ വായിച്ചിട്ട് നല്ല ഇമോഷണൽ ആവും. അതിനകത്ത് നമ്മുടെ മീക്ക എഴുതിയിരിക്കുന്നത് ഒരു എസ് ആയിരുന്നു. അവൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് നമ്മുടെ ജേജിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജേജി ആണെങ്കിൽ ഏരിസിനെ വന്ന് കണ്ട് ആ ഒരു വീഡിയോ ഒക്കെ കാണിക്കുന്നതാ. എന്നിട്ട് പറയും നീ കണ്ടില്ലേ നിന്റെ എലേനെയാന്ന് കുറ്റം പറഞ്ഞത് ഈ പെണ്ണ് തന്നെയാ, അല്ലാണ്ട് മീക്കയൊന്നും അല്ല എന്ന്. നീ അവൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം. എന്നാൽ ഏരിസ് ആണെങ്കിൽ ആദ്യമേ പറയും ഓക്കെ ഞാൻ അതൊക്കെ സമ്മതിച്ചു, എന്നാൽ നീ പറയുന്നത് പോലെ എനിക്ക് പണിഷ്മെന്റ് കൊടുക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യത്തോളെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. നമ്മളുടെ ജേജിക്കായിരുന്നാലും അങ്ങ് ഒരുമാതിരി ആയിരുന്നു. അവൾ അങ്ങനെ അവളുടെ ഒരു ബൈസിക്കിളും എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങും. അവളുടെ ഇപ്പോൾ ചിന്ത മൊത്തവും ഏരിസുമായിട്ട് എങ്ങനെ കൂട്ടാവാ എന്നതാ. പെട്ടെന്ന് തന്നെ ഒരു കാർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവളുടെ അടുത്തൊരു വഴി ചോദിക്കും. ആ ചെറുക്കനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവന്റെ കണ്ണെന്ന് വെച്ചാൽ ബ്ലൂ കളറിലായിരുന്നത്. ഇവനായിരുന്നാലും നമ്മുടെ ജേജി അടുത്ത് നല്ലതുപോലെ ഫ്ലേർട്ട് ചെയ്ത് അവളുടെ പേരൊക്കെ ചോദിക്കും. ഇവളെ പേര് പറയാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് യൂറി വരും. അവനാണെങ്കിൽ വരുന്നത് കാണുന്നേയും ഈ ചെറുക്കൻ പെട്ടെന്ന് തന്നെ കാർ എടുത്തോണ്ടങ്ങ് പോകും. യൂറി ആയിരുന്നാലും വന്നിട്ട് നമ്മുടെ ജേജിയുടെ സൈക്കിളില്ലേ അതെടുത്തോണ്ടങ്ങ് ഓടിച്ചോണ്ട് പോകും. ജേജി അവസാനം അവന്റെ ആ ഒരു കാറില്ലേ അതിനകത്താ വരുന്നത്. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടി സ്പോർട്സിന്റെ ആ ഒരു PT ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നതാ. നമ്മുടെ ജേജി ആയിരുന്നാലും യൂറിനെ കാണുന്നേ അവന്റെ തലയിലടിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ യൂറി പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ കയറിയങ്ങ് പിടിക്കും. അപ്പോഴേ അവന് ഓർമ്മ വരുന്നത് ഇത് ജേജിയാണല്ലോ എന്ന്. നമ്മുടെ ജേജി ആയിരുന്നാലും എല്ലാവരും വന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ഇവരുടെ PT ഒക്കെ സ്റ്റാർട്ടാവും. അവിടെ
അവിടെയായിട്ട് സെക്ഷൻ എയിലെ പിള്ളേരും ഉണ്ടായിരുന്നു. ഇവരിലാണെങ്കിൽ കീക്കോ എന്ന് പറഞ്ഞ ചെറുക്കനെ കാണുന്നേ നമ്മുടെ ജേജി നോക്കി കൈയൊക്കെ കാണിക്കും. ജേജി ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ കീഫറിന് ജലസായിട്ടായിരിക്കണം അവൻ പെട്ടെന്ന് തന്നെ ജേജിനെ വന്ന് തട്ടിയെങ്ങിടും. ഇവള് വെറുതെ വിടുവോ? ഇവള് നമ്മളുടെ കീഫറിനെ തട്ടിയെങ്ങിടും. എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് 2 എണ്ണം നാണം കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ കീഫർ ആണെങ്കിൽ ജേജി എടുത്ത് വയ്ക്കും, നിനക്ക് എന്താ പ്രശ്നമെന്ന്. എന്നാൽ നമ്മുടെ ജേജി അവിടെ നിന്ന് കോക്രി കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളുടെ കീഫർ ജേജിനെ അവിടെ എല്ലാം എടുത്തിട്ട് ഓട്ടിക്കും. അവസാനം ഓടിച്ച് പിടിച്ചിട്ട് അവളെ പിടിച്ച് കറക്കുന്നതും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സിഡന്റലി കിസ് ചെയ്യും. ഇത് കാണുന്നേ നമ്മുടെ ജേജി ഭയങ്കര ഷോക്കായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ കീഫറിന്റെ അടുത്ത് നിന്ന് അങ്ങ് താഴോട്ട് അങ്ങ് ഇറങ്ങും. അവിടെയായിട്ട് നമ്മുടെ ഏരിസ് വന്നിട്ട് ചോദിക്കും, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. എന്നാൽ നമ്മുടെ ജേജെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ കീഫർ ആണെങ്കിൽ ജേജിയുടെ കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തോട്ട് വലിക്കും. എന്നാൽ നമ്മളുടെ ഏരിസ് വിട്ടുകൊടുക്കും. അവനും നമ്മളുടെ ജേജിയുടെ കൈ പിടിച്ച് അവന്റെ അടുത്തോട്ട് വലിക്കും. രണ്ടുപേരെ നടുക്കിടന്ന് പെടുന്നത് തന്നെ നമ്മളുടെ ജേജിയായിരുന്നു. അവസാനം നമ്മുടെ കീഫർ ആണെങ്കിൽ ജേജനെ അവന്റെ അടുത്തോട്ട് പിടിച്ചു നിർത്തിയിട്ട് അവക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നല്ലൊരു കിസ് അങ്ങ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തായിട്ടിരിക്കുന്നയാ. യൂറി വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ എല്ലാവരും മുമ്പിൽ വെച്ച് അവളെ കിസ് ചെയ്തത് എന്ന്. അപ്പൊ നമ്മുടെ കീഫർ പറയും, അതെല്ലാം പ്ലാനിന്റെ ഭാഗമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന്. എന്നാൽ എല്ലാവരും ഇവിടെ പറയുന്നുണ്ട്, എങ്കിലും അവള് നിന്നെ ഇത്രയും വലിയ ഇടി ഇടിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. നമ്മുടെ കീഫർ ആയിരുന്നാലും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമ്മുടെ ജേജി ആയിരുന്നാലും കീഫറിന്റെ കിസ് കിട്ടുന്നതും പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങി അവനെ പിടിച്ചു മാറ്റിയിട്ട് അവന്റെ മുഖത്ത് നോക്കി വലിയൊരു ഇടി അങ്ങ് വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ജേജി ആണെങ്കിൽ സ്കൂളിലായിട്ട് വരുന്നതാണ്. അവക്കിപ്പോ നല്ല പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ജേജി ആണെങ്കിൽ തലേന്ന് രാത്രി നമ്മുടെ കീഫർ അവളെ കിസ് ചെയ്തത് ഓർത്തിട്ട് നല്ല ബ്ലഷ് ചെയ്ത് കിടക്കുമായിരുന്നു. സിയൻ ആയിരുന്നാലും വന്നിട്ട് ഇവളുടെ അടുത്ത് നല്ല കാര്യമായിട്ട് സംസാരിക്കും. എന്നിട്ട് ചോദിക്കും, നീ അവന്റെ കിസ് ഓർത്താണോ ഇന്നലെ കിടന്നത് എന്ന്. എന്നാൽ ജേജി അതൊന്നും മൈൻഡ് ആക്കാണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അവള് നേരെ വാഷ്റൂമിൽ വന്ന് മുഖമൊക്കെ കഴിയുന്നതും അവിടെ ആയിട്ട് സെക്ഷൻ സിയിലുള്ളൊരു പെങ്കൊച്ചു വരും. അവള് ചോദിക്കും, ജേജെ നീ ഓക്കെ അല്ലേ, നിന്റെ മുഖമൊക്കെ ഭയങ്കര പെയിലായിട്ടിരിക്കുക എന്ന്. എന്നാൽ ജേജെ ഓക്കെ ആയെന്ന് പറയും. ഇവിടെയായിട്ട് നമ്മളുടെ ഈ പെങ്കൊച്ചു പറയാൻ തുടങ്ങും, നീ എന്തായാലും സെക്ഷൻ എയിലെ ആ പെണ്ണുമായിട്ട് മുട്ടിയതുകൊണ്ട് അവൾ നിന്നെ വെറുതെ വിടുന്ന ലക്ഷണമൊന്നുമില്ല. ആ പെണ്ണിനെ അല്ലേലും എനിക്ക് കണ്ടുകൂടാ. അവക്കാണെങ്കിൽ നമ്മളുടെ സിയന്റെ അടുത്തൊരു ക്രഷ് ഉണ്ടായിരുന്നു. അവളെ കാരണമാണ് സിയൻ ഇപ്പോൾ സെക്ഷൻ ഇയിൽ വന്നത്. ഇതൊക്കെ കേൾക്കുന്നതിന് ജേജെ ഭയങ്കര ഷോക്കാവും. അപ്പോൾ അവള് പറയാൻ തുടങ്ങും, അതായത് ഈ പെണ്ണ് ജലസ് കാരണം അവസാനം നമ്മളുടെ സിയനിനെ വലിയൊരു കള്ളൻ തന്നെയാക്കി, അങ്ങനെയാണ് അവൻ അവസാനം സെക്ഷൻ ഇയിൽ വന്നത് എന്ന്. ഇതൊന്നും കേൾക്കുന്നതിന് നമ്മുടെ ജേജയ്ക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൾ അവസാനം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവളുടെ ക്ലാസ്സിലായിട്ട് വരും. അവിടെ ഈ ക്ലാസ്സിലുള്ള ചെറുക്കന്മാരെല്ലാം നമ്മുടെ ജേജയെ കാണുന്നേ കെയ്ഫറുമായിട്ടുള്ള ആ കിസിന്റെ പേരിൽ ഇവളെ കളിയാക്കാൻ തുടങ്ങും. എന്നാൽ ഇവളത് വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവളെ എക്സാം എഴുതാൻ വന്നിരിക്കുന്നതും ഇവളുടെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. ക്ലാസ്സിലെ സാറായിരുന്നാലും എക്സാം പേപ്പറൊക്കെ കൊടുത്തിട്ട് ഒരു കോൾ ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോകുന്നതും നമ്മളുടെ ജേജി അവിടെ മയങ്ങി അങ്ങ് വീഴും. ഇവിടെയായിട്ട് നമ്മളുടെ കെയ്ഫറിനും അതേപോലെ യൂറിക്കും നമ്മുടെ ജേജിനെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യണോ എന്നുണ്ട്. അവരതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഈവനിങ് ടൈമിലാണ്. നമ്മുടെ ജേജി ആണെങ്കിൽ ഇപ്പോഴും മയങ്ങിക്കിടക്കുക. എല്ലാവരും അവളുടെ ചുറ്റിനും വന്ന് നിന്നിട്ട് പറയും, മര്യാദയ്ക്ക് എഴുന്നേറ്റോ, ഇല്ലാന്നുണ്ടെങ്കിൽ കെയ്ഫർ നിന്നെ വീണ്ടും കിസ് ചെയ്യോ എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് എണ്ണാൻ തുടങ്ങുന്നതും അവസാനത്തെ നമ്പർ എത്തുന്നേ നമ്മളുടെ ജേജി അങ്ങ് ചാടി എഴുന്നേക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്കല്ല ഇപ്പോൾ സമാധാനമായോ എന്ന്. നമ്മുടെ ജേജി ആയിരുന്നാലും അവളുടെ എക്സാം പേപ്പറാ തിരയുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ കെയ്ഫർ പറയും, അതൊക്കെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്ന്. ഇത് കേൾക്കുന്നതിന് ജേജി ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അവള് ചോദിക്കുന്നത് തന്നെ, 1 മിനിറ്റത്തേക്ക് ഞാനൊന്ന് ഉറങ്ങിയപ്പോൾ നിങ്ങൾ എൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്തോ, ഞാൻ ഇനി എൻ്റെ ആൻറ്റി അടുത്തും ഏഞ്ചലും അടുത്തൊക്കെ എന്ത് പറയും. എന്നാൽ ഇവരാരും വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അടുത്ത ദിവസം നമ്മളുടെ ജേജി ആണെങ്കിൽ ക്ലാസ്സിലായിട്ട് വരുന്നതും അവിടെ സിയൻ ഇരുന്ന് ചിക്കൻ കഴിക്കുമായിരുന്നു. അവൻ അവളുടെ അടുത്ത് ചിക്കൻ വേണോ എന്ന് ചോദിക്കും. അവൾ ആ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സിയൻ ചോദിക്കും, നിനക്ക് പാൻ കേക്ക് വേണോ? എൻ്റെ കയ്യിൽ പാൻ കേക്കിനുള്ള സാധനങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജേജി വേണോ എന്ന് പറയും. നോക്കുമ്പോൾ എന്തുവാ, ഇവൻ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവൾ ചോദിക്കും, ഇത് വെച്ചിട്ട് ഞാൻ എന്തോ ചെയ്യാനാ എന്ന്. അപ്പം നമ്മളുടെ സിയൻ പറയാൻ തുടങ്ങും, ഇവിടെ എക്യുപ്മെന്റ് ഉണ്ട്, നമുക്കൊരു പാൻ കേക്ക് ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ജേജി അതിന് റെഡിയാവും. അവളങ്ങനെ പാൻ കേക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ക്ലാസ്സിലുള്ള എല്ലാ ബോയ്സും നമ്മളുടെ ജേജിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവൾക്ക് ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ കെയ്ഫറും യൂറിയും വരും. അവരിത് കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവർ വിചാരിക്കും അവിടെ എന്തോ നടക്കുന്നേ എന്ന്. നമ്മളുടെ ജേജി ആയിരുന്നാലും സിയൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന്. അപ്പോൾ സിയൻ പറയും, അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെയായിട്ട് പാൻ കേക്കിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരങ്ങനെ കിടിലമായിട്ട് പാൻ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ കെയ്ഫർ വന്നിട്ട് പറയും, നിന്റെ ബോയ് ഫ്രണ്ട് എന്തായിരുന്നാലും ഭയങ്കര ലക്കിയാണ്, അത് ഞാൻ തന്നെയല്ലേ എന്ന്. ഇത് കേൾക്കുന്നേ ചേച്ചിയെ ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലഷ് ചെയ്യും. അവൾ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ആ സമയം കൊണ്ട് നമ്മുടെ പാൻ കേക്ക് അങ്ങ് കരിഞ്ഞു. ഇത് കാണുന്ന ചേച്ചി പറയും, എല്ലാം ഇവിടുന്ന് പൊക്കോണം, എനിക്ക് സമാധാനമായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാനുള്ളതാ. അവിടെയായിട്ട് നമ്മുടെ കെയ്ഫർ പുറത്തു പോകുന്നേ യൂറി പെട്ടെന്ന് തന്നെ വന്നിട്ട് നമ്മുടെ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. ഇത് കാണുന്നേ ചേച്ചിക്ക് നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരുടെ എല്ലാവരെയും മാർക്ക് ലിസ്റ്റ് വരുന്നതാണ്. നമ്മുടെ ചേച്ചി ആയിരുന്നാലും മാർക്ക് നോക്കാൻ വേണ്ടി ചെല്ലുന്നേയും കെയ്ഫറും അവളുടെ കൂടെ വരും.
വരും. ഇവളുടെ മാർക്ക് വേണ്ടി ഇവള് ഭയങ്കര ഷോക്കാവും. ഇവക്ക് 97 മാർക്കുണ്ടായിരുന്നു. അവള് വിചാരിക്കും എനിക്ക് പനിയൊന്നും പിടിച്ചില്ലല്ലോ, ഞാൻ സ്വപ്നം കാണുകയൊന്നും അല്ലല്ലോ. അവിടെയായിട്ട് യൂറിയുടെ മാർക്ക് നോക്കുമ്പോൾ 99.9% ഉണ്ടായിരുന്നു. നമ്മളുടെ കെയ്ഫറിനായിരുന്നാലും 99.8% ഉണ്ടായിരുന്നു. അവൾ ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവളുടെ ടെൻഷൻ തന്നെ അവള് വീട്ടിലെന്ത് പറയുമെന്ന് ആലോചിച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജെജി ആണെങ്കിൽ സി എന്നെ കാണാൻ വേണ്ടിയിട്ട് ആ സ്കൂളിന്റെ ആ ഒരു മെയിൻ ഹാളില്ലേ അവിടെയായിട്ട് വരുന്നയാ. നമ്മുടെ സി എൻ്റെ കയ്യിലായിട്ട് ഒരു ലേഡീസിന്റെ ബാഗും ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ജെജി പറയും ഈ ബാഗ് നിനക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സി എൻ പറയാം അതൊരു പെങ്കൊച്ച് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ, അതാ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന്. പെട്ടെന്ന് തന്നെ ഒരു പെങ്കൊച്ച് വന്നിട്ട് ഇവന്റെ കയ്യിരിക്കുന്ന ബാഗ് അങ്ങ് വാങ്ങിയിട്ട് ചോദിക്കും നിന്റെ കയ്യിലായിരുന്നു എൻ്റെ ബാഗ് ഇരുന്നത്, നീ അത് കട്ടെടുത്തിയാണല്ലേ, നിനക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ അവൾ അവിടുന്ന് ദേഷ്യട്ട് അങ്ങ് പോകും. എന്നാൽ നമ്മുടെ ജെജി ആയിരുന്നാലും സി എൻ ആയിരുന്നാലും വലിയ മൈൻഡ് ഒന്നും ആക്കത്തില്ല. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതും ഈ പെണ്ണ് അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരും. അവൻ വന്നിട്ട് പറയും ഞങ്ങളുടെ ഈ പേഴ്സിനകത്ത് 25,000 രൂപ ഉണ്ടായിരുന്നു, അതെവിടെ പോയി, അതിവനായിരിക്കും കട്ടെടുത്തത് എന്ന്. ഇത് കേൾക്കുന്നേ എല്ലാവരും അവിടെ അങ്ങ് ഒത്തുകൂടും. എല്ലാവരും നമ്മുടെ സി എന്നെതിരെ അങ്ങ് തിരിയും. നമ്മുടെ ജെജി ആയിരുന്നാലും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ നല്ലതുപോലെ ട്രൈ ചെയ്യും. അവള് പറയും ഇവനൊന്നും ചെയ്തിട്ടില്ല, ഇവൻ ഇവിടെ പാവം ഒറ്റയ്ക്കിരിക്കുമായിരുന്നു, ഇവളാണ് ബാഗ് ഏൽപ്പിച്ചിട്ട് പോയത്, ഇവള് തന്നെ ബാഗ് വാങ്ങിയിട്ടും പോയി എന്ന്. എന്നാൽ ഇവിടെയായിട്ട് എല്ലാവരും നമ്മുടെ സി എന്നെ കുറ്റം പറയുന്നത്. സെക്ഷൻ എയിലുള്ളൊരു ചെറുക്കനാണെങ്കിൽ നമ്മളുടെ ഈ കട്ടെടുത്തു എന്ന് പറഞ്ഞ പെണ്ണില്ലേ അവളുടെ കയ്യിലായിട്ട് 25,000 രൂപ കൊടുത്തിട്ട് പറയും നിനക്കിപ്പോൾ പൈസയല്ലേ പ്രശ്നം, നീ ഇത് വെച്ചോ. സി എൻ്റെ അടുത്ത് പറയും നിനക്ക് ക്യാഷ് വേണമെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ ചോദിച്ചൂടെ, എന്തിനാ ഇങ്ങനെ കട്ടൊക്കെ എടുക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജെജിക്ക് ദേഷ്യം വന്നാൽ അവൾ ആ ചെറുക്കനോട് അടിയിടാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ യൂറി ആണെങ്കിൽ വന്നിട്ട് ഇവളെ എടുത്തോണ്ട് അങ്ങ് പോകും. ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇറക്കുന്നേ നമ്മുടെ ജെജി പിന്നെയും അവൻ്റെ കൂടെ അടിയിടാൻ പോകുന്നേ. നമ്മുടെ യൂറി പറഞ്ഞിട്ട് ക്ലാസ്സിലുള്ള ചെറുക്കന്മാർ ആ ക്ലാസ് റൂം അങ്ങ് ക്ലോസ് ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ സി എന്നിനെ കാണുന്നേ ജെജി പറയാൻ തുടങ്ങും നീ എന്തിനാ അത് സമ്മതിച്ചു കൊടുത്തത്, നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം, പിന്നെ നീ എന്തിനാ അതവിടെ അക്സെപ്റ്റ് ചെയ്ത് തല കുനിച്ച് നിന്നത്. നമ്മളുടെ സി എൻ ആയിരുന്നാലും ഭയങ്കര ഓക്വേർഡ് മൊമെന്റിലായിരുന്നു. അവൻ പറയും ഞാൻ വിചാരിച്ചു നീയും എന്നെ കൈവിട്ട് കളയൂ എന്ന്, എൻ്റെ കൂടെ ആരും കൂട്ടുകൂടാൻ റെഡിയല്ല, എല്ലാവരും ഞാനൊരു കള്ളനാണെന്നാണ് വിചാരിച്ചേക്കുന്നത്, ഞാനത് പേടിച്ചിട്ടാ ഒന്നും മിണ്ടാതെ നിന്നത് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ ചേച്ചിക്ക് നല്ല ദേഷ്യം വരും. നമ്മുടെ കീഫർ ആയിരുന്നാലും എല്ലായിടത്തും പറയും ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട്, നീ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന്. ജെജി ചോദിക്കും നീ ഇപ്പോൾ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ കട്ടാലും ഞാൻ നിന്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ, ഞാൻ വേറെ ആരുടെയും സൈഡ് പിടിക്കത്തില്ല എന്ന് നമ്മളുടെ ജെജിയെ മുഖത്ത് നോക്കി പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂറി പെട്ടെന്ന് തന്നെ ജെജി എടുത്ത് സൗണ്ട് ഇടും. എന്നിട്ട് പറയും നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജെജിക്ക് നല്ല കരച്ചിൽ വന്നിട്ട് അവൾ കരഞ്ഞിട്ട് നമ്മളുടെ സി എന്നെ നല്ലതുപോലെ ആശ്വസിപ്പിക്കും. എന്നിട്ട് പറയും നീ വിഷമിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന സി എൻ ആണെങ്കിൽ നമ്മുടെ ജെജിനെ അവൻ്റെ വീട്ടിലായിട്ട് കൊണ്ടുവരുന്നതാണ്. അവിടെ എത്തുന്നതും അവിടെ വെച്ചിട്ട് നമ്മുടെ സി എന്നിൻ്റെ അമ്മ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അവർ നല്ല ബിസി ആയിരുന്നു. നമ്മളുടെ ജെജിനെ കണ്ടിട്ട് അവർ വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. സി എൻ ആയിരുന്നാലും ജെജി എടുത്ത് സോറി പറയും. എന്നിട്ട് പറയും എൻ്റെ അമ്മ അതുകൊണ്ടാണ് നിന്നെ മൈൻഡ് ആക്കാഞ്ഞേന്ന്. ജെജിക്ക് അതൊക്കെ ഓക്കെ ആയിരുന്നു. അവളങ്ങനെ സി എന്നിൻ്റെ കൂടെ അവൻ്റെ വീടൊക്കെ കയറി കാണും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാ നമ്മളുടെ ജെജി ആണെങ്കിൽ സ്കൂളിലോട്ട് വരാൻ നേരത്ത് അവിടെ വെച്ചിട്ട് നമ്മളുടെ കീഫർ അവളുടെ അടുത്ത് പറയും നീ സി എൻ്റെ കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, അവൻ ഓക്കെ ആകുമ്പോൾ സ്കൂളിൽ വന്ന് തുടങ്ങിക്കോളൂ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജെജി ആണെങ്കിൽ കെയ്ഫറിൻ്റെ അടുത്ത് കുറച്ച് ക്യാഷ് ചോദിക്കും, അതായത് ഒരു 25,000 രൂപ. ഇത് കേൾക്കുന്നേ കെയ്ഫർ പറയും നീ എന്തോ പ്ലാൻ ചെയ്തേക്കുന്നത്, നമ്മൾ ആ പൈസ കൊണ്ടുവന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നത് നമ്മൾ കട്ടെടുത്ത ക്യാഷ് തന്നെയാണ് തിരിച്ചേൽപ്പിക്കുന്നത് എന്ന, എന്തിനാ വെറുതെ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്നത്. എന്നാൽ നമ്മളുടെ ജെജി പറയും വേറെ എന്ത് പ്ലാനാണ് ഉള്ളത്, സി എൻ ഇന്നസെന്റ് ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടേ. ഇവിടെയായിട്ട് നമ്മളുടെ കെയ്ഫർ പറയും ഓക്കെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇവളെയും വിളിച്ചുകൊണ്ട് അവൻ്റെ കാറിൻ്റെ അടുത്തായിട്ട് വരും. എന്നിട്ട് അവൾക്ക് ക്യാഷൊക്കെ കൊടുക്കും. ഈ ക്യാഷ് കാണുന്നത് നമ്മളുടെ ചേച്ചിക്ക് നല്ല സന്തോഷമാവും. കെയ്ഫർ പറയും നീ ഈ പൈസ സ്വന്തമാക്കി എന്ന് വെച്ചിട്ട് അതിപ്പോൾ കടത്തിലാണ്, നീ എനിക്കത് തിരിച്ച് തന്നേ പറ്റത്തുള്ളൂ എന്ന്. നമ്മളുടെ ചേച്ചി അതിന് ഓക്കെയൊക്കെ പറയും. കെയ്ഫർ പറയും നീ എൻ്റെ കൂടെ കാറിൽ കയറി നമുക്കൊരു സ്ഥലം വരെ പോവാമെന്ന്. അതിന് മുന്നേ ആയിട്ട് അവർ പറയുന്നുണ്ട് അതായത് ആരായിരിക്കും സി എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് എന്ന്. ഇവരാണെങ്കിൽ പല ആൾക്കാരുടെയും പേര് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ എലയുടെ കാര്യം പറയുന്ന കെയ്ഫർ പറയും അവൾ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല, അവളൊരു പാവം പെങ്കൊച്ച എന്ന്. എന്നാൽ നമ്മളുടെ ജെജിക്ക് അങ്ങനെയല്ല തോന്നുന്നത്, അവളൊരു സാധനമാണെന്ന് തന്നെ. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ഈ ഇലയാണെങ്കിൽ ഏരിസിൻ്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇല തന്നെയാണ് ഇങ്ങനൊരു പണി ഒപ്പിച്ചു വെച്ചേക്കുന്നത്. നമ്മുടെ ജെയും സി എനും കൂടി ഭയങ്കര ക്ലോസ് അല്ലേ, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് ഇവക്ക് നല്ല ജലസം ഉണ്ടായിരുന്നു. അവൾ നമ്മുടെ ഏരിസിൻ്റെ അടുത്ത് പറയും സെക്ഷൻ ഈ ഇല ചെറുക്കന്മാരുമായിട്ട് ഞാൻ നല്ല കമ്പനിയായിരുന്നു എന്നും വെച്ചിട്ട് ജെയുടെ അത്രയും എനിക്ക് ക്ലോസ് ആവാൻ പറ്റിയിട്ടില്ല, എനിക്ക് ജെജിനെ ഇഷ്ടമല്ല, അവളെ കാണുമ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. ഏരിസ് ആയിരുന്നാലും ഇവളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട്
കാണിക്കുന്ന നമ്മളുടെ കെയ്ഫറും ചേച്ചിയും കൂടി ചേർന്നിട്ട് ആ പൈസ കട്ടെടുത്തു എന്ന് പറഞ്ഞ പെണ്ണില്ലേ, ആ പെണ്ണിന്റെ വീട്ടിലായിട്ട് വരുന്നതാ. അവളുടെ വീട്ടിൽ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കും. ഈ പെണ്ണ് വന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാ എൻ്റെ വീട്ടിൽ വന്നത്? എന്നെ സ്റ്റോക്ക് ചെയ്യാൻ നോക്കുവാണോ? നിങ്ങളുടെ ആ കൂട്ടുകാരനെ കാരണമാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിലായതെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് സംസാരിക്കും. സിയനെ പറ്റി മോശം പറയുന്ന കേട്ടാ നമ്മളുടെ ചേച്ചിക്ക് സഹിക്കുമോ? അവളാണെങ്കിൽ ഈ പെണ്ണിനെ അടിക്കാനായിട്ട് ചെല്ലും. എന്നാൽ പെട്ടെന്ന് തന്നെ കെയ്ഫർ അവളെ പിടിച്ചങ്ങ് മാറ്റും. ഇവളെ എടുത്തോണ്ട് വന്ന് കാറിലായിട്ട് കൊണ്ടുവന്ന് ഇരുത്തും. എന്നിട്ട് കെയ്ഫർ പറയും, നീ ഇവിടെ നിൽക്കി, ഞാൻ പോയി സംസാരിക്കാമെന്ന്. ഈ പെണ്ണ് ഓൾറെഡി അകത്ത് കയറി പോയായിരുന്നു. കെയ്ഫർ വന്ന് കുറേ തവണ കോളിംഗ് ബെല്ലടിക്കും. എന്നാൽ ആരും പുറത്തോട്ട് വരത്തില്ല. കെയ്ഫറിന് ദേഷ്യം വന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ വന്ന് കാറിലങ്ങിരിക്കും. നമ്മുടെ ചേച്ചിക്ക് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു. അവള് ഭയങ്കര ദേഷ്യത്തിലായിരുന്നില്ലേ? ഇപ്പൊ കെയ്ഫറാണ് അതേ ദേഷ്യത്തിലൂടെ പോകുന്നത്. അവിടെയായിട്ട് നമ്മളുടെ കെയ്ഫർ ആണെങ്കിൽ ചേച്ചി എടുത്ത് ചോദിക്കും, നിനക്ക് എങ്ങനെയാ അത്രയും മാർക്ക് വന്നതെന്ന് നിനക്കറിയാവോ? എന്നാൽ ചേച്ചിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവിടെയായിട്ട് കെയ്ഫർ പറയും, ഞാൻ എൻ്റെ പേപ്പറിനകത്ത് നിന്റെ പേര് എഴുതിയാ കൊടുത്തത് എന്ന്. ആക്ച്വലി ആ സാറാണെങ്കിൽ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയ സമയത്താണ് ഇതൊക്കെ നടന്നത്. നമ്മളുടെ കെയ്ഫർ തന്നെയാണ് ജെജെനെ ഹെൽപ്പ് ചെയ്തത്. ഇവിടെയായിട്ട് നമ്മുടെ ജെജെക്കാണെങ്കിൽ കെയ്ഫറിന്റെ കാര്യം ആലോചിച്ചിട്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മളുടെ ജെജി ആണെങ്കിൽ നേരെ വന്നിട്ട് ഈ ക്യാഷ് കട്ടെടുത്തു എന്ന് പറഞ്ഞ പെണ്ണില്ലേ, അവളുടെ ക്യാഷ് വേറൊരു ചെറുക്കം കൊടുത്തില്ലായിരുന്നോ, അവന്റെ മുമ്പിലായിട്ട് വന്നിട്ട് ക്യാഷ് എടുത്ത് കൊടുക്കുന്ന. എന്നിട്ട് പറയും, CN ആരുടെയും ക്യാഷ് ഒന്നും കട്ടെടുത്തിട്ടില്ല, ക്യാഷ് കട്ടെടുത്തത് ഞാൻ തന്നെയാ എന്ന്. ഇത് യഥാർത്ഥത്തില് സെക്ഷൻ 8 ആ തലതെറിച്ച പെണ്ണില്ലേ, അവളാണെങ്കിൽ ഫേസ് ക്യാമിൽ ലൈവായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമ്മുടെ ജെജി അറിയത്തില്ല. അവൾ സ്വന്തമായിട്ട് കുറ്റമായിട്ട് എടുത്തില്ലേ. ക്ലാസ്സിൽ വരുന്നത് നമ്മളുടെ ഡേവിഡ് ആണെങ്കിൽ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ കാണിച്ചത് എന്നും പറഞ്ഞിട്ട് അവളെ വീഡിയോ കാണിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ജെജി പറയും, ഓ എൻ്റെ പേരിൽ എന്തെല്ലാം ചീത്തപ്പേര് വന്നതാ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന്. CN ആയിരുന്നാലും ഇത് കണ്ടിട്ട് അവളെ വന്ന് കെട്ടി അങ്ങ് പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ കെയ്ഫർ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഹാക്കറിനെ യൂസ് ചെയ്തിട്ട് ആ വീഡിയോ ഒക്കെ അങ്ങ് ഡിലീറ്റ് ആക്കി കളയുന്നതാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ചേച്ചിയുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സോട് ചേർന്നിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. എല്ലാവരും ഇപ്പോൾ ആ വീഡിയോനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ചേച്ചി എടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് എന്നും ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഏഞ്ചലെ ആണെങ്കിൽ കെയ്ഫറിനെ വിളിക്കും. അപ്പോൾ അവൻ പറയും, ജേജി ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കുറ്റം ഏറ്റെടുത്തത് അവനെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഏഞ്ചലയ്ക്ക് സന്തോഷവും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജേജിയുടെ മുത്തശ്ശി വരും. അവരും ജേജിയും തമ്മിൽ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജേജി ആണെങ്കിൽ മുത്തശ്ശി വരുന്നതും അവരെ കാണാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെല്ലത്തില്ല. മുത്തശ്ശിയുടെ കൂടെ ഇവളുടെ ആൻറ്റിയും ഉണ്ട്. ഇവരെല്ലാവരും നമ്മളുടെ ജേജി ആണെങ്കിൽ പണം തട്ടിയെടുത്ത ആ വീഡിയോ ഇല്ലേ, അത് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻറ്റി നമ്മളുടെ ചേച്ചിനെ കുറ്റം പറയും. അവർ പറയും, ഒന്നീ നമുക്ക് ഇവളെ അവളുടെ അമ്മയെടുത്ത് പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ ഇവളെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും ചേച്ചി നല്ല ഹേർട്ടാവും. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുത്തശ്ശീനെ വന്ന് കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൾ പറയും, എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് ഇറങ്ങും. ആർക്കായിരുന്നാലും വിഷമാവത്തില്ല ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ജേജി ആണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് വിചാരിക്കും, ആർക്കും എന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാനിവിടെ നിൽക്കുന്നത് എല്ലാവർക്കും ഒരു ബാധ്യത തന്നെയാണെന്നും വെച്ചിട്ട് അവൾ വേഗം തന്നെ ഒരു കഫേയിലായിട്ട് ചെന്നിരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യും. എന്നാൽ അവളുടെ തൊട്ടടുത്തിരിക്കുന്ന കുറച്ച് സുന്ദരി പെൺപിള്ളേരാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആ വെയിട്രസിൻ്റെ അടുത്ത് പറയും, ആ പെണ്ണ് കള്ളിയാ, അവളുടെ കൂടെ ഞങ്ങൾക്കിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണോ എന്ന്. ആ വെയിട്രസ് നേരെ വന്ന് നമ്മുടെ ചേച്ചി എടുത്ത് കാര്യം പറയും. അവൾ പോകാനായിട്ട് ഇറങ്ങുന്ന കറക്റ്റ് സമയത്ത് അവിടെ യൂറി കയറി വന്നിട്ട് പറയും, ഇത് എൻ്റെ ഷോപ്പല്ലേ, ഞാൻ പറയുന്നവർ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ മതി, എല്ലാവരും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോ, ഞാനും ഇവൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാന്നും പറഞ്ഞിട്ട് നമ്മുടെ ജേജിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും നമ്മുടെ യൂറി ആണെങ്കിൽ അവൾക്ക് ഓർഡർ ചെയ്ത് കൊടുക്കും. ഇത് കാണുന്നേ ജേജി ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അവൾക്ക് അതേപോലെ തന്നെ നല്ല സന്തോഷവും ഉണ്ട്. രണ്ടുപേരും നല്ല കാര്യമായിട്ടിരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും. കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് നമ്മുടെ കെയ്ഫറും വരും. ഇവനാണെങ്കിൽ നമ്മളുടെ യൂറിയും ജേജിയും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന കാണുന്നേ നല്ല ജലസ് അടിക്കുന്നുണ്ടായിരുന്നു. യൂറി ആയിരുന്നാലും ജേജിനെ നോക്കിയിട്ട് വിചാരിക്കും, നിന്നെ ആരെങ്കിലും ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് സഹിക്കത്തില്ല എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.